എല്ലാവർക്കും നമസ്കാരം. വീക്കിലി മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. രണ്ടാഴ്ച മുന്നേ നമ്മുടെ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ക്രാഷിലേക്ക് നമ്മുടെ മാർക്കറ്റ് പോയി. ശരിക്കും ഒരു വലിയൊരു ബെയറിഷ് രീതിയിലേക്ക് നമ്മുടെ മാർക്കറ്റ് പോവുകയാണോ എന്ന തോന്നലാണ് എല്ലാവർക്കും ഉണ്ടായത്. കാരണം ന്യൂസ് സംബന്ധമായി ഇതുപോലുള്ള കാര്യങ്ങളിൽ മാർക്കറ്റ് വീഴുന്ന സമയത്ത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെ ടെക്നിക്കൽ വർക്ക് ആവില്ലെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചുള്ളതാണ് അല്ലേ. പക്ഷേ ഇവിടെ ന്യൂസ് സംബന്ധമായ ട്രംപിനെ സംബന്ധിച്ച് ചില താരിഫുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് സംബന്ധമായ കാര്യത്തിൽ മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ താഴേക്ക് മാർക്കറ്റ് വന്നു. എന്നാൽ അതിനുശേഷം നടന്നതൊക്കെ ശരിക്കും ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു എന്ന് പറയാം. കാരണം മാർക്കറ്റ് എങ്ങനെ വന്നാലും ഇനി ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ ബെയറിഷിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യതയാണ് എല്ലാവരും പ്രവചിച്ചത്. പക്ഷേ മാർക്കറ്റ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 ദിവസത്തിന് ശേഷം തന്നെ മാർക്കറ്റ് അതിശക്തമായി എത്ര ഇറങ്ങിയോ അതിനേക്കാൾ മുകളിലേക്ക് മാർക്കറ്റ് കുതിച്ചു കയറുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ശരിക്കും നമ്മുടെ മാർക്കറ്റാണ് ഈ കയറിയത്. US മാർക്കറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഒന്നും അത്ര വലിയ മൂവ്മെന്റ് ഒന്നും അവിടെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ മാർക്കറ്റ് അതിശക്തമായിട്ട് തിരിച്ചു കയറി. ഇത് തന്നെയാണ് നിർമ്മല സീതാരാമനും പറഞ്ഞിരിക്കുന്നത്. NSEയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയുടെ ആ ഒരു പവർ എന്നത് ശരിക്കും വേറെ ലെവലാണ് എന്ന രീതിയിലാണ് അവരവിടെ സംസാരിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരുന്നുണ്ട്. എന്താണ്? SIP കുറിച്ചൊരു ന്യൂസ് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. SIP എന്നത് കഴിഞ്ഞ 2 മാസത്തോളം SIP ഒരുപാട് ആളുകൾ നിർത്തിവെച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന എന്ന രീതിയിലുള്ള ന്യൂസുകൾ പുറത്തേക്ക് വരികയുണ്ടായി. ഇവിടെയാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ലോങ് ടൈമിലേക്ക് ആയിരിക്കണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ പലപ്പോഴും പലരും ചെയ്യുന്നത് മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പേടിക്കുകയാണ്. ആ സമയത്ത് പലരും ലോസ് ബുക്ക് ചെയ്യുന്നു, അതല്ലെങ്കിൽ SIP എന്ന രീതി സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നു. ശരിക്കും മാർക്കറ്റ് ഇടിഞ്ഞ് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് അവസരമാണ്, ഇതൊരു അവസരമായിട്ട് കരുതിക്കൊണ്ട് നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചാണ് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് അല്ല, ഇനി സ്റ്റോക്ക് ആയാലും നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് കിട്ടുന്നത് അല്ലേ. പക്ഷേ ഇവിടെ പലരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിറ്റ് കളയുകയോ അല്ലെങ്കിൽ നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത ആളുകൾക്ക് എന്താണ് ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത്? വെറും 2 ദിവസം കൊണ്ടാണ് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയത്. അപ്പോൾ അവർക്ക് കൂടുതൽ ഒരു അവസരം കൊണ്ട് കൊടുത്ത് അവിടെ ഇല്ലാതാക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ലോങ് ഇൻവെസ്റ്റിംഗ് എന്നതായിരിക്കണം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ 1 മാസമോ 2 മാസമോ 1 വർഷം കഴിഞ്ഞ് നിഫ്റ്റി ഇടിയുമോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഒരു വ്യൂ എന്നത് നമ്മൾ എപ്പോഴും ഒരു മിനിമം 10 വർഷമെങ്കിലും നമ്മളുടെ മുന്നിലുണ്ട്. 10 മുതൽ മുകളിലോട്ടുള്ള ഒരു രീതി ആയിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ലോങ് ഇൻവെസ്റ്റിംഗിന്റെ കേസാണ്, തീർച്ചയായിട്ടും അവിടെ വിജയിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് വലിയ വലിയ നേട്ടം ഉണ്ടാക്കിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഫോസിസിന്റെ റിസൾട്ട് വരികയുണ്ടായി അല്ലേ. അപ്പോൾ IT കമ്പനികളൊക്കെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്, അത് നമുക്കറിയാം. അപ്പോൾ ഈ റിസൾട്ടും വളരെ മോശപ്പെട്ട റിസൾട്ട് തന്നെയായിരുന്നു. വളരെ മോശപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളായിരുന്നു അല്ലേ. ഒരു സർപ്രൈസ് കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ IT മേഖല നൽകിയിട്ടില്ല. അറിയാം IT മേഖല കുഴപ്പത്തിലൂടെയാണ് പോകുന്നത് നമുക്കറിയാമായിരുന്നു. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് 12% ഇടിഞ്ഞു, അതായത് 7033 കോടിയിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ല കമ്പനി ഒരു 20 രൂപയുടെ ഡിവിഡൻഡ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ കമ്പനിയുടെ മോശപ്പെട്ട ഒരു അവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മോത്തിലാൽ ഓസ്വാളൊക്കെ അവരെ ഒരു ന്യൂട്രൽ റേഞ്ചിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. 1600 അവർ പറയുന്ന ആ ഒരു ഇൻഫോസിസിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ. എങ്ങനെ വന്നാലും ഒരു ന്യൂട്രൽ റേഞ്ചാണ്. ഓൾറെഡി ഒരു സർപ്രൈസ് കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി പ്രധാനപ്പെട്ടത് എന്നത് നമുക്ക് 2 കമ്പനികളുടെ റിസൾട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് മുന്നേ ആയതുകൊണ്ട് ഇനി അതിനുശേഷമായിരിക്കും, ഇന്ന് വൈകിട്ടോടായിരിക്കും റിസൾട്ടുകൾ വരുന്നത്. HDFC ബാങ്കിന്റെയും ICICI ബാങ്കിന്റെയും ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിഫ്റ്റിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട 2 സ്റ്റോക്കുകളാണ് ഇത് രണ്ടും എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ വെയിറ്റേജ് കൂടുതലാണ്. കാരണം ഇവയുടെ ഒരു മൂവ്മെന്റ് തീർച്ചയായിട്ടും നിഫ്റ്റിയെ സ്വാധീനിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഓവർനൈറ്റ് പൊസിഷൻ ഒന്നും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കരുത്. 2 കാര്യങ്ങളുണ്ട്, റിസൾട്ടുണ്ട്, പ്ലസ് ഇപ്പോൾ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്ത് പറയുന്നു അതിനനുസരിച്ച് മാർക്കറ്റ് അതേ രീതി ബിഹേവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നിലനിൽക്കുന്ന മറ്റൊരു വിഷയം കൂടി വന്നിരിക്കുന്നത് ട്രംപും ഫെഡ് ചെയർമാൻ ജെറോം പവലും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് അവിടെ. അതായത് ട്രംപ് പറയുന്നത് പലിശ നിരക്ക് കുറയ്ക്കണമെന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഫെഡ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് അതിന് സാധിക്കില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇവിടെ ഒരു വിഷയം വരുന്നത് വെച്ചാൽ US ഒരു രീതി അനുസരിച്ച് US പ്രസിഡന്റിന് ഓവറായിട്ട് ഫെഡ് ചെയർമാനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യമുണ്ട്. ശരിക്കും അത് ട്രംപിനെ സംബന്ധിച്ച് കുറച്ച് ഈഗോ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അയാൾ അത് യൂസ് ചെയ്യുന്നു എന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ US ഒരു ഫൈറ്റ് നടക്കുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. പിന്നെ ട്രംപ് ഓൾറെഡി ഒരു പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയാണ്. ശരിക്കും നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചതാണ്, ട്രംപ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നത് കാലം തീരുമാനിക്കുമെന്നാണ് കൂടുതലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച ആളുകൾ അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകളെല്ലാം വിലയിരുത്തി കഴിഞ്ഞ ആഴ്ച അവർ പല മാധ്യമങ്ങളിൽ പറയുന്നതായിട്ട് കേട്ടു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഓഹരി വിപണിയുമായിട്ടുള്ള പല ചാനലുകളുണ്ട്. ഇവിടെ എല്ലാവരും സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ്
തീർച്ചയായിട്ടും കാലം തെളിയിക്കുമെന്ന വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ട്രംപിന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ശരിക്കും ട്രംപ് താരിഫ് നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാൽ അയാൾ ഒരു ഏകാധിപതിയെ പോലെ പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചൈന ഒരു ചെറിയ മീനല്ല എന്ന് ചൈന തെളിയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ചൈന എങ്ങനെയാണ് യുഎസിന് പണി കൊടുക്കുന്നത്? ചൈനയുടെ കൈവശം $1 ട്രില്യൺ ആണുള്ളത്. ശരിക്കും $1 ട്രില്യൺ അത് ഒന്ന് വിറ്റഴിക്കുകയാണെന്ന് കൂട്ടിക്കുക അവർ. അതായത് ഈ $, അവരൊന്ന് വിറ്റഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യുഎസിന് അത് പണിയായി മാറും. $ന്റെ മൂല്യം നല്ല രീതിയിൽ താഴേക്ക് വരും. ഇപ്പൊ തന്നെ 100 താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ബോൺസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ബോൺസും വേറൊരു കഥയുണ്ട്. ഇപ്പോൾ ബോൺസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അമേരിക്കയുടെ ഏകദേശം $750 ബില്യൺ ആണ് ഗവൺമെന്റ് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുടെ കൈവശമുള്ളത്. അതായത് അമേരിക്കൻ കടമെടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അമേരിക്കൻ കടമെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് കൂടുതൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ഒന്നാമത് ജപ്പാനാണ്, രണ്ടാമത് ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്കെതിരെയാണ് ഈ പണി മൊത്തം യുഎസ് കൊടുക്കുന്നത്. അപ്പോൾ ചൈന വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. അവരുടെ യുഎസിന്റെ ഡോളർ അവർ വിറ്റഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ $, നല്ല രീതിയിൽ ഇടിയും. ഇത് ലോക മാർക്കറ്റിനെ നന്നായി സ്വാധീനിക്കും. രണ്ടാമത്തെ കേസോ ഏറ്റവും കൂടുതൽ ജപ്പാൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ യുഎസിന്റെ 10 ഇയർ ഗവൺമെന്റ് ബോണ്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ അവർ വാങ്ങി വെച്ചിട്ടെന്നാൽ $750 ബില്യൺ വാങ്ങി വെച്ചിരിക്കുന്നത്. അത്രയൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് അവർ ഇത് വിറ്റഴിക്കാൻ പോവാണ്. അവർ പറയുകയാണ് ഞങ്ങൾ 10 വർഷത്തെ ഗവൺമെന്റ് ബോണ്ടൊക്കെയാണ് സംഭവിച്ചു, ഞങ്ങൾക്കിത് വേണ്ട, പൈസ എടുക്കൂ എന്ന രീതിയിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് യുഎസിനെ സംബന്ധിച്ച് മാത്രമല്ല ലോക മാർക്കറ്റിനെ മൊത്തം തകിടം മറിക്കുന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ട്രംപിന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് അവസാന കാലഘട്ടത്തിലാണ്. ശരിക്കും ട്രംപ് ഒന്ന് ഭയന്നിരിക്കുകയാണെന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ പുള്ളിക്ക് പറ്റിയ ആ ഒരു ചമ്മൽ ഒന്ന് മാറ്റാൻ വേണ്ടിയുള്ള ആ ഒരു തന്ത്രപ്പാടിലാണ് പുള്ളി എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ചൈനയെ സംബന്ധിച്ച് അവർ ഐഡിയപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത്. അതിന് മാത്രമല്ല, നോക്കൂ, വേറൊരു കാര്യം കൂടി ഇന്നലെ അല്ല 2 ദിവസം മുന്നേ പുറത്തേക്ക് വന്ന കാര്യമാണ്. ചൈന അവരുടെ പ്രോഡക്റ്റുകൾ ചെറിയ പ്രൈസിന് വിറ്റഴിക്കുന്നു. എന്താണ് ഇങ്ങനെ? ശരിക്കും ചൈനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യം എന്ന രീതിയിലാണ്. ശരിയാണ്, അവിടെ ലോക്കൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ നേരെ മറിച്ച് വളരെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോണൊക്കെ എവിടെ ഉണ്ടാക്കുന്നത്? അത് ക്വാളിറ്റി ഉള്ളതല്ലേ? അത് ചൈനയിലാണ് പ്രൊഡക്റ്റ് ചെയ്തത്. അത് ശരിക്കും ചൈനയിലാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പല സാധനങ്ങൾ അവരിന്നലെ അവരുടെ പ്രധാനപ്പെട്ട നിർമ്മാതാക്കളൊക്കെ പുറത്തേക്ക് വന്നവർ എക്സിലൊക്കെ, അതായത് നമ്മളെ പഴയ ട്വിറ്ററിലൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് കേട്ടു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ലോക്കൽ മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും അറിയാം. ഇവിടെ നിങ്ങൾ ഈ വാങ്ങുന്ന യുഎസിന്റെ ഒക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള പല സാധനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അതായത് അവർ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങൾ യുഎസിൽ കൊണ്ടുവന്നൊന്നും അവരുടെ ലേബൽ ഒട്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബ്രാൻഡിന്റെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴേ ഇതിന്റെ വില ഒരു 3, 4, 5 ഇരട്ടിയായിട്ട് മാറുകയും ചെയ്യുന്നു. അവർ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഞങ്ങൾ ഒരു സാധനം $20 കൊടുക്കുകയാണെങ്കിൽ അത് $100 യുഎസ് വിൽക്കുന്നത്. എന്തിന് നിങ്ങൾ അവിടെ പോകണം? നിങ്ങൾ നേരിട്ട് വരൂ, ഞങ്ങൾ 20, 30 തരാമെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും യുഎസിനെ പോലെയുള്ള രാജ്യത്തിന് ഇത് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന്റെ ഇടയ്ക്ക് ട്രംപ് ആ ഒരു ചമ്മൽ മാറ്റാൻ വേണ്ടി പല വേലകളും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആ പഴയ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം ഇപ്പോൾ കുത്തിപ്പൊക്കി ഇടുവാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കൊറോണ പോലെയുള്ള വൈറസ് ഒക്കെ അവരുടെ ലാബിൽ അല്ലെങ്കിൽ ചൈനയുടെ ലാബിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വീണ്ടും പുള്ളി പറയുന്നത്. ഇതൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ സംസാരിച്ചൊക്കെ കൊണ്ടുവരുന്നത്. ചൈന അതിനെ തള്ളിക്കളയുകയും ചെയ്തു. അപ്പോൾ പല വിഷയങ്ങളും ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെ വന്നാലും നമ്മുടെ ഒരു എക്കോണമി എന്നത് വളരെ ശക്തമായിട്ടുള്ളതാണ് എന്ന് കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിന്റെ അവസ്ഥ. എത്ര താഴേക്ക് മാർക്കറ്റ് വന്നാലും വളരെ വേഗത്തിൽ റിക്കവർ ആവുന്ന ഒരു രീതിയാണ്. പണ്ടിങ്ങനെ അല്ലായിരുന്നു. മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവിധം നല്ല രീതിയിൽ കറക്ഷനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് വളരെ സാവധാനത്തിലായിരുന്നു മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 1, 2, 3 ദിവസത്തിനുള്ളിൽ മാർക്കറ്റ് റിക്കവർ ചെയ്യുന്നതായിട്ടാണ് പലപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. അതിന് മുന്നേ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഗോൾഡൊക്കെ ശരിക്കും എവിടേക്കോ കയറി പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കാരണം അതിനെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ഗോൾഡൊക്കെ പോകുന്നത്. ഗോൾഡൊക്കെ ഒരു കാലഘട്ടത്തിൽ എവിടെ നിന്നേ ആയിരുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഒരു 50 വർഷത്തോളം ഉള്ള ഡേറ്റകളാണ് ഇതിനകത്ത് കാണുന്നത്. നോക്കൂ, ഗോൾഡിന്റെ പ്രൈസും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ എത്ര വേഗത്തിലാണ് ഇത് കുതിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും വേഗത്തിൽ എന്നാൽ ഗോൾഡ് പലപ്പോഴും ഒരു നേട്ടം നമുക്ക് നൽകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു 8 വർഷമൊക്കെ കൈ വെച്ചിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഗോൾഡ് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ അത് മുന്നോട്ട് വന്ന് നമുക്ക് ഏറെക്കുറെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു അടുത്ത കാലഘട്ടത്തിലൊക്കെ
വളരെയധികം, അതായത് ഒരു 1-2 വർഷം കൊണ്ട് തന്നെ നല്ല നേട്ടങ്ങൾ ഗോൾഡ് ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന രീതി എന്നത് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു നല്ല രീതിയിൽ ഗോൾഡ് മുകളിലോട്ട് കയറുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനല്ല, മാർക്കറ്റ് കയറുന്ന സമയത്തും ഗോൾഡും നല്ല രീതിയിൽ മുകളിലേക്ക് തന്നെ പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഗോൾഡ് ഉൾപ്പെടുത്തണമെന്ന് പല ആളുകളും പല വിദഗ്ധരും മുന്നേ പറഞ്ഞിട്ടുള്ളതൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്കിനി അധികം സമയം കളയണ്ട, നമ്മുടെ ചാർട്ടിലേക്ക് പോകാം. ചാർട്ടിലേക്ക് പോയ ശേഷം നമുക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ടിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, മാർക്കറ്റ് ന്യൂസ് സംബന്ധമായ ചില വിഷയങ്ങളിലേക്ക് മാർക്കറ്റ് നല്ലൊരു ഗ്യാപ് ഡൗണിലേക്ക് മാർക്കറ്റ് വന്നിരുന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് അതിശക്തമായിട്ടുള്ള റിക്കവർ ആണ് പിന്നീട് കണ്ടതല്ല. 21,730 എന്ന ആ ഒരു റേഞ്ചിനടുത്ത് നിന്നും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത ശേഷം അതിശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു പിന്നീട് മുകളിലേക്ക് കാണുവാൻ സാധിച്ചത്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ കാണുവാൻ സാധിച്ചു. പക്ഷേ ഇതൊന്നും മറ്റു മാർക്കറ്റുകൾ കാണുവാനും സാധിച്ചില്ല. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു പവർ എന്താണെന്ന് നമുക്ക് ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നമുക്ക് പ്രൈസ് ആക്ഷൻ വെച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്താണിത് നോക്കൂ, നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നത് നമ്മളുടെ ഈ ചാനൽ സംബന്ധിച്ച് നമ്മൾ പല കഥകളും പറഞ്ഞിട്ടുണ്ടല്ലേ. അതിൽ നിന്നും ഒരു വ്യത്യാസവും വരാത്ത രീതിയിലാണ് ഈ മാർക്കറ്റ് പെരുമാറുന്നതെന്ന് കാണുവാൻ സാധിക്കും. അതായത് ഈ ന്യൂസ് സംബന്ധമായ കാര്യം അങ്ങ് വിടുക, അങ്ങനെ വിട്ടാൽ തന്നെയും നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മളുടെ ചാനലിൻ്റെ അടുത്ത് നിന്നും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി എന്ന് തന്നെ കരുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ താഴേക്ക് വന്നിട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നോക്കൂ, നമ്മുടെ ചാനലിന്റെ ഈ ഒരു പ്രധാനപ്പെട്ട മധ്യഭാഗത്ത് നിന്നും തന്നെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കയറുവാൻ ശ്രമിച്ചു. ഓക്കെ, എങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ്, ന്യൂസ് സംബന്ധമായ ഒരു കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പ്രൈസ് ആക്ഷനോ മറ്റ് ടെക്നിക്കലുള്ള കാര്യങ്ങളോ വർക്കാകില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പക്ഷേ എന്നിട്ട് പോലും ഇവിടെ നിങ്ങൾക്ക് ചാർട്ട് കാണുമ്പോൾ എന്ത് കാണാൻ സാധിക്കുന്നു, ഇത്രയും വലിയ ന്യൂസുകൾ ഉണ്ടായിട്ട് പോലും പ്രൈസ് ആക്ഷനെ അല്പം ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് 50 മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി നിൽക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ 23,800 മുകളിലേക്ക് മാർക്കറ്റ് നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 23,850 മുകളിൽ പോയി ക്ലോസും ചെയ്തിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട റേഞ്ചുകൾ ഏതാണെന്ന് നോക്കിയാൽ നമ്മൾ ഈ ഒരു ചാനൽ വെച്ചല്ല ഇനി നമ്മൾ നോക്കേണ്ടത്. ഇനി നമുക്ക് വേറൊരു ചാനൽ വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ വേറൊരു റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ചാനലിന്റെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതായത് 2021 കാലഘട്ടം മുതലുള്ള ഒരു ചാനലാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അത് പോയി പല ഭാഗങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു റേഞ്ചിലേക്കാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും, പല റേഞ്ചുകളെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്താണ് ഞാൻ കൊണ്ടുവച്ചിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു ചാനൽ വരയ്ക്കാവുന്നതാണ്. ഇനി കഴിഞ്ഞ ഇലക്ഷൻ സമയത്തിന്റെ ആ ഒരു ലെവൽ വെച്ചുകൊണ്ട് തന്നെ ലോ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ കാണുവാൻ സാധിക്കും, നോക്കൂ, പല മേഖലയിലും സപ്പോർട്ട് റേഞ്ചിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പല പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയയും ടച്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി മാർക്കറ്റിന്റെ ഒരു പ്രധാന റേഞ്ച് എന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട റേഞ്ചിലാണ്. അതായത് 23,850, 23,900 എന്ന റേഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു റേഞ്ചാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക. അതായത് ഈ ഒരു 23,900 തന്നെ നമുക്ക് എടുക്കാം അല്ലേ. 23,900 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലൊരു സൂചനയായിട്ട് നമുക്ക് എടുക്കാം. ഏറെക്കുറെ പ്രൈസ് ആക്ഷൻ വെച്ചുള്ള കാര്യമാണ് പറയുന്നത്. 23,900 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് എവിടം വരെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മളുടെ ഈ ചാനൽ കാണിക്കുന്നത്. 24,500 വരെ മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്ന് നിലവിൽ നമ്മുടെ ഈ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലേ. ഇനി അതല്ല, ഇവിടെ നിന്നും മാർക്കറ്റ് ഒരു റിജക്ഷൻ നടക്കുകയാണോ എന്ന് നോക്കുക, താഴേക്ക് വരുന്നു എന്ന് നോക്കുക. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് പിന്നെ മാറുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടത്, മാർക്കറ്റിൽ ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുള്ളത് പോലെ FIS ബൈയിങ്ങിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കൂടുതൽ പൈസ പമ്പ് ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിൽ കൊണ്ടുവന്നിട്ട് താഴേക്ക് ഇടുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണോ എന്ന് ഒരു സംശയമുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രധാനപ്പെട്ട റേഞ്ച് 23,900 തന്നെ കൂട്ടിക്കോളൂ. 23,900 എന്ന പ്രധാനപ്പെട്ട റേഞ്ച് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ബ്രേക്ക് ചെയ്ത് മൊമെന്റത്തിൽ പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഏറെക്കുറെ 24,500 പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട റേഞ്ച് എന്നത്. ഇനി അതല്ല, ഇവിടുന്ന് റിജക്ഷൻ താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഭാഗങ്ങൾ പ്രധാനമായിട്ടും നോക്കാവുന്നതാണ്. നമ്മുടെ 50 മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള 23,100 എന്ന റേഞ്ച് നോക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട റേഞ്ച് എന്നത് 22,800 എന്ന നമ്മളുടെ ഈ ഒരു ചാനൽ, അതായത് നമ്മൾ ഇപ്പോൾ വരച്ചില്ലേ, ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ചാനലിന്റെ പ്രധാനപ്പെട്ട റേഞ്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി അതല്ല, നേരത്തെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഒരു ചാനൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് നോക്കാം. പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ ഒരു ബുൾ മൊമെന്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിലേക്കൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും, ബാങ്ക് നിഫ്റ്റിയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു തിരിച്ചുവരവ് കാണാൻ സാധിക്കും. അത് നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത അതേ രീതിയിലാണ്. അത് നമുക്ക് നോക്കാതെ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് വീക്കിലി ചാർട്ട് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതെ, നല്ലൊരു ബുൾ മൊമെന്റം തന്നെയാണ് അവിടെയും കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിലുള്ള ഈ ഒരു ഭാഗം നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ 23,900 പുറത്തേക്ക്
മുകളിലേക്ക് മാർക്കറ്റ് ശക്തമായ മൊമെന്റത്തിൽ ക്ലോസ് ചെയ്യുമോ എന്ന് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ഓർക്കുക, മൊമെന്റത്തിൽ വേണം ക്ലോസ് ചെയ്യാൻ. ഇനി അതല്ല, ഇവിടെയൊക്കെ കുഴപ്പകരമായ ഒരു റിവേഴ്സ് ക്യാൻഡിൽ വന്ന് ഫോം ചെയ്ത് നിൽക്കുന്ന കണ്ടീഷനിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഒരു നല്ല ക്യാൻഡിൽ മൊമെന്റത്തിൽ ഫോം ചെയ്ത് നിൽക്കുകയാണ് എങ്കിലാണ് നമ്മളുടെ ഈ ഒരു ബുള്ളിഷ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുന്നത്. അതല്ല, ഇനി മുകളിലേക്ക് പോയ ശേഷം ഒരു റിവേഴ്സ് ക്യാൻഡിലൊക്കെയാണ് ഇവിടെ ഫോം ചെയ്യാൻ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ റിജക്ഷനിലേക്ക് മാർക്കറ്റ് വരാം. അതല്ല, മൊമെന്റത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് കൂടുതൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് നമുക്കൊന്ന് വന്ന് നോക്കാം. നോക്കൂ, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഈ വരച്ചിരിക്കുന്നതൊന്നും ഇപ്പോഴൊന്നും വരച്ചതല്ല എന്ന് സ്ഥിരമായി ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ കാണുന്ന ആളുകൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രധാനപ്പെട്ട 2 പ്രൈസ് സോൺ പറഞ്ഞിരുന്നു. ഈ പ്രൈസ് സോണിനകത്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതി പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ പ്രധാനപ്പെട്ട പ്രൈസ് സോൺ ആയിട്ടുള്ള പ്രധാന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അത് ബുൾ മൊമെന്റത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അത് മാത്രമാണോ? അല്ല, ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു. എന്താ അത്? നോക്കൂ, ഈ W പാറ്റേൺ എന്ന രീതിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ. W പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് പ്രധാനപ്പെട്ട റേഞ്ച് ബ്രേക്കും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റീട്രേസ് എടുത്തു. അതിനുശേഷം മാർക്കറ്റിന്റെ സ്വഭാവം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ വര നമ്മൾ കുറേ ആഴ്ചകൾക്ക് മുന്നേ വരച്ചാണ് അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ താഴേക്ക് വന്ന് ഇതേ രീതിയിലൊരു മൂവ്മെന്റിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അതേ രീതിയിൽ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ബാങ്ക് നിഫ്റ്റി എവർടൈം ഹൈയിലേക്കാണ് പോയിരിക്കുന്നത്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു ബെയറിഷ് മാർക്കറ്റിന്റെ അവസ്ഥയിൽ മാർക്കറ്റ് ഇത്ര പെട്ടെന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് നിഫ്റ്റി എവർടൈം ഹൈ അടിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനിയും കുറച്ചുകൂടി ഉണ്ട്, പക്ഷേ ബാങ്ക് നിഫ്റ്റി എവർടൈം ഹൈ അടിച്ചിരിക്കുന്നു. അത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട റേഞ്ച് ഇത് തന്നെയാണ്. 2 കാര്യങ്ങളുണ്ട്. ഞാൻ നേരെ നിഫ്റ്റിയിലേക്ക് വരികയാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രധാനപ്പെട്ട റേഞ്ച് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട റേഞ്ചാണ് 23,900 എന്നത് പ്രധാനപ്പെട്ട റേഞ്ചാണ്. അത് ബ്രേക്ക് ചെയ്ത് മൊമെന്റത്തിൽ മുകളിലേക്ക് പോയാൽ ബുള്ളിഷിലേക്ക് നിങ്ങളുടെ നല്ലൊരു മൂവ്മെന്റിനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ പറയുന്നു, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രഡിക്ഷനാണ്, ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ എവർടൈം ഹൈ ആണ്. ഇത് എവർടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ, ശക്തമായ മൊമെന്റത്തിൽ നിന്നാൽ, നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ നിഫ്റ്റിയെ കൂടി ഒരു സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിഫ്റ്റിയിൽ അവിടെ ആ ഒരു മൂവ്മെന്റ് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയും മുകളിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയും വളരെ പ്രധാനപ്പെട്ട റേഞ്ചിലായിട്ട് നിൽക്കുന്നത്, ഒരു റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് മാർക്കറ്റിനെ വാച്ച് ചെയ്ത് തന്നെ മാർക്കറ്റിൽ ട്രേഡുകളോ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് മാർക്കറ്റിനെ എങ്ങനെയാണോ കാണുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാവൂ. മാർക്കറ്റ് ഒരു പ്രധാനപ്പെട്ട റേഞ്ചിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എന്ന കാര്യം മറക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച കാര്യമാണ്. നോക്കൂ, ഇന്ത്യ വിക്സ് ഒക്കെ നല്ല രീതിയിൽ സ്പൈക്ക് രേഖപ്പെടുത്തിയ ന്യൂസ് സംബന്ധമായ വിഷയത്തിൽ അല്ലേ. അതിനുശേഷം ഒരു 15.46 എന്ന അവസ്ഥയിൽ മാർക്കറ്റിൽ ആ ഒരു വിക്സിന്റെ റേഞ്ച് വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് നമുക്ക് അനുകൂലകരമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. USD INRലേക്ക് വന്നു കഴിഞ്ഞാലും വളരെ അനുകൂലകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഇന്ത്യൻ റുപ്പീസിന്റെ സ്ട്രെങ്ത് വർദ്ധിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇപ്പോൾ 85-40 എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. എവിടെ കിടന്നെയായിരുന്നു? 87-88 രൂപയിലേക്കൊക്കെ പോയി ഒരു ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ വാല്യൂ അല്ലേ. എന്നാൽ അത് നേരെ പവർ വീണ്ടെടുത്ത് 85-അടുത്തേക്ക് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു, നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് നല്ല സ്ട്രെങ്ത് പ്രാപിച്ച് തിരികെ വന്നാൽ FIS തിരിച്ചു വരുമെന്ന് പറഞ്ഞു അല്ലേ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ US ഡോളറിന്റെ ഒരു കേസ് കൂടി നമുക്ക് ഓടിച്ചിട്ടൊന്ന് നോക്കാം. നോക്കൂ, US ഡോളറിന് തട്ട് കിട്ടിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചൈനയുടെ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട കേസും ഒക്കെ ഞാൻ സംസാരിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല തട്ട് കിട്ടി. നോക്കൂ, 100-ന് താഴേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് ട്രംപിനെ അല്പം ഒന്ന് പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് അനുകൂലകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ മാർക്കറ്റിൽ വന്നു നിൽക്കുന്നുണ്ട്. നമുക്കെന്നാൽ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലകരമായിട്ടാണ് വന്നു നിൽക്കുന്നത്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ കേസ് എടുത്ത് നോക്കിയാലും കാണുവാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ താഴേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇത് നമ്മളുടെ മാർക്കറ്റിന് അനുകൂലകരമാണ് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ ഗോൾഡിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഗോൾഡൊക്കെ നല്ല രീതിയിൽ തന്നെ മൊമെന്റത്തിൽ മുകളിലേക്ക് കുതിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. നല്ലൊരു റിട്ടേൺ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഗോൾഡ് നൽകിയതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടതെന്ന്. നോക്കൂ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നമ്മളുടെ ഗവൺമെന്റ് ബോൺസും മറ്റു കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത്, ഗവൺമെന്റ് ബോൺസിലൊക്കെ ഇട്ടിരുന്ന ആളുകൾക്കൊക്കെ നല്ല നേട്ടം തന്നെ കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മാർക്കറ്റ് തിരിച്ചു വരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ റേഞ്ചുകളെല്ലാം നിങ്ങൾ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകം എടുത്തു പറയുകയാണ്, ഇതെല്ലാം ഒരു പഠനാവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ എല്ലാം നിങ്ങളുടെ യുക്തിയാണ്. അല്ലാതെ ഇവിടെ വാങ്ങൂ ഇവിടെ വിൽക്കൂ എന്ന രീതികളൊന്നും ഞങ്ങൾ ഇവിടെ പറയുന്നില്ല. ഇതൊരു പഠനാവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം നിങ്ങൾ ഈ ഒരു വീഡിയോ ഉപയോഗിക്കേണ്ടതെന്ന കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നു. നമ്മൾ നേരെ ഇനി മറ്റ് ഡാറ്റകളിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ
ഓപ്പൺ ട്രസ്റ്റ് ഇപ്പോൾ നോക്കിയേ ചെയ്യേണ്ട. കാരണം നമ്മുടെ എക്സ്പയറിക്ക് ശേഷം നമ്മുടെ മാർക്കറ്റ് അടുത്ത ആഴ്ചയിലേക്ക് കടക്കുകയാണ് അല്ലേ. അപ്പോൾ അത് ഒരു ദിവസം പോലും ട്രേഡ് നടന്നിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച അവധിയായിരുന്നു, പിന്നെ ശനിയും ഞായറും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇനി തിങ്കളാഴ്ച മുതലാണ് മാർക്കറ്റിൽ OA ബിൽഡപ്പും മറ്റും നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിനി മറ്റ് ഡേറ്റകൾ നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ FISന്റെ ഡേറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ക്യാഷ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ അറിയാൻ സാധിക്കും. നോക്കൂ, നല്ല രീതിയിലുള്ള ഒരു ബൈയിങ്ങിലേക്ക് FIS തിരിച്ചു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് അനുകൂലകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം മറ്റ് മാർക്കറ്റിലൊക്കെ കുഴപ്പകരമായുള്ള അവസ്ഥ നിൽക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവ് രീതി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് അത് ഗുണം തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി നേരെ നമ്മൾ സമ്മറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, FISന്റെ ഡാറ്റ നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഏറെക്കുറെ നമുക്ക് തിങ്കളാഴ്ചയോടെ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോടെ മാത്രം ഡാറ്റകൾ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം പുതിയ എക്സ്പയറിയിലേക്ക് ഇനി തിങ്കളാഴ്ചയോട് കൂടിയായിരിക്കും അവർ കൂടുതൽ എൻട്രി ചെയ്യുക. എന്തായാലും നമുക്ക് ഇനി എല്ലാ ദിവസവും മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം ഇതുപോലെ വീഡിയോ ചെയ്യുന്ന രീതിയിലേക്ക് ഇനി നമ്മൾ കടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എല്ലാ ദിവസവും ഇതുപോലുള്ള ഡാറ്റകൾ നമുക്ക് എടുക്കാനും സാധിക്കും. എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോകൾ കണ്ട് സഹകരിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് FISന്റെ ഫ്യൂച്ചർ ഡേറ്റയിലേക്ക് വന്ന് നോക്കാം. പക്ഷേ FISന്റെ ഫ്യൂച്ചർ ഡേറ്റയിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഒരു വിഷയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ്? ഫ്യൂച്ചർ ഡേറ്റ നോക്കുമ്പോൾ അവർ പ്രത്യേകിച്ച് അവരുടെ ഷോർട്ട് പൊസിഷനിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അവരൊരു ബുള്ളിഷിലേക്ക് പോയിട്ടില്ല. അത് മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ ഷോർട്ട് പൊസിഷൻ അല്പം കുറയ്ക്കുകയും ചെയ്തിട്ടില്ല. അവർ അതേ റേഞ്ചിൽ തന്നെ ന്യൂട്രലായിട്ട് നിർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രോസ് നല്ല രീതിയിൽ അവരുടെ ഷോർട്ട് പൊസിഷൻ കുറയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ക്ലയന്റിന്റെ കേസിലേക്ക് വന്നാൽ അവർ ന്യൂട്രൽ റേഞ്ചിൽ തന്നെ ഒരു ബുള്ളിഷ് രീതി എന്ന രീതിയിൽ ന്യൂട്രൽ റേഞ്ചിൽ തന്നെ നിർത്തിക്കൊണ്ട് പോവുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇനി DISന്റെ കേസിലേക്ക് വന്നാൽ അവർ പതിവ് പോലെ തന്നെ ബുള്ളിഷിലേക്ക് വന്നു. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട FISന്റെ ഈ ഒരു കേസാണ്. FIS ഇവിടെ വലിയൊരു മാറ്റം ഇൻഡെക്സ് ഫ്യൂച്ചറിൽ കൊണ്ടുവന്നിട്ടില്ല. അവർ കൂട്ടിയിട്ടുമില്ല, കുറച്ചിട്ടുമില്ല, അതേ റേഞ്ചിൽ തന്നെ നിർത്തിക്കൊണ്ട് പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട റേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ്, ഇതിന് ശേഷം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ വർഷവും കാണിക്കാറുള്ളതാണ് ഞങ്ങളുടെ P&L, അതായത് വേരിഫൈഡ് P&L അല്ലേ, എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും കാണിക്കാറുള്ളതാണ്. തീർച്ചയായിട്ടും കുറച്ച് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ വേരിഫൈഡ് P&L കാണിക്കുന്നതായിരിക്കും. കാരണം ശരിക്കും ഈ ഒരു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ വളരെ പാടായിരുന്നു ട്രേഡ് ചെയ്യാൻ. അത്ര മാർക്കറ്റിന്റെ സ്വഭാവം വ്യത്യസ്തമായി പല നിയമങ്ങൾ വന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ. അപ്പൊ അവിടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നേട്ടമാണോ അതോ പ്രശ്നത്തിലൂടെയാണോ പോയത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ വേരിഫൈഡ് P&L കാണിക്കുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ഞങ്ങളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ കോഴ്സിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഇപ്പോൾ ബാച്ച് 15 മുന്നോട്ട് പോകുന്നത്, ബാച്ച് 15 ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മലയാളത്തിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇത് 24 വീഡിയോകളുണ്ട്. ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. വളരെ ഈസി ആയിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അത് വിനിയോഗിക്കാൻ ശ്രമിക്കുക. താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വരുന്ന ആഴ്ചകൾ നല്ല പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.